നമസ്കാരം. സുഖമായിരിക്കുന്നു. സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മൾ പരിചയിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേരാണ് അവൾ പഠിക്കുകയും ജോലിക്ക് പോകുകയും ചെയ്യുന്നു. അതായത് ഷീ ഈസ് സ്റ്റഡിയിങ് ആൻഡ് വർക്കിംഗ്. ദിസ് ലെസൺ presents a conversational exchange between Mahi and Raghavan, highlighting aspects of small-scale business, financial struggles, and career aspirations. Through their dialogue, the lesson explores themes such as entrepreneurship, self-reliance, and economic realities in everyday life. എന്നത്തെ പോലെ ഇന്നും നമുക്ക് കുറച്ച് പുതിയ പദങ്ങൾ പരിചയപ്പെടാം. അതിനുശേഷം സംഭാഷണത്തിലേക്ക് പോകാം. So let us see the vocabulary first. The first word is alamari. That means almira. തോത് meaning scale. മറിച്ച് that means having turned on the other hand or vice versa. മുറിക്ക് meaning cut. ഒരൊറ്റ that means single. ചുരുക്കെഴുത്ത് meaning shorthand. വരുമാനം that means income. പോക്കുവരവ് that is going and coming. തൽക്കാലത്തേക്ക് that means for the time being. സ്ഥിരപ്പെടുത്ത് means to confirm or to make permanent. മനസ്സിരുത്ത് to bear in mind or to take interest in. വെപ്രാളപ്പെട് to be nervous and anxious. വഴിയുണ്ടാക്ക് to find out a way. വ്യാപാരം meaning business. വിൽപ്പന that is sale. ആലോചിക്ക് meaning to think. Typing that means typing itself. Tuition that you all know, tuition itself. Now we are moving on to the conversation. മഹി, എന്താ രാഘവ, ഒരു പുതിയ അലമാരി കൂടെ കാണുന്നല്ലോ. തയ്യലിൻ്റെ കൂടെ ഇപ്പോൾ തുണി വ്യാപാരവും ഉണ്ടോ? ദാറ്റ് മീൻസ് വാട്ട് ഈസ് ദിസ് രാഘവൻ? ഐ ആം സീയിങ് എ ന്യൂ അൽമിര ഓൾസോ. ഹാവ് യു സ്റ്റാർട്ടഡ് ടെക്സ്റ്റൈൽ ബിസിനസ് എലോങ് വിത്ത് ടൈലറിംഗ് നൗ? രാഘവൻ, വ്യാപാരം എന്ന് പറയാൻ വയ്യ. ഏതാണ്ട് ഒരു ചെറിയ തോതിൽ കുറച്ച് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. കാൺട്ട് എക്സാക്ട്ലി കോൾ ഇറ്റ് എ ബിസിനസ്. ഐ ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് സെല്ലിംഗ് എ ഫ്യൂ ഐറ്റംസ് ഓൺ എ സ്മോൾ സ്കെയിൽ. മഹി, അത് നന്നായി. ഇനിയിപ്പോൾ തുണി തയ്ക്കാൻ കൊണ്ടുവരുന്നവർക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം, വാങ്ങിക്കാൻ വരുന്നവർക്ക് അത് തയ്ക്കുകയും ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. നൗ ദോസ് ഹു കം ടു സ്റ്റിച്ച് ക്ലോത്ത്സ് ക്യാൻ ബൈ ദം ഇഫ് നീഡഡ് ആൻഡ് ദോസ് ഹു കം ടു ബൈ ക്യാൻ ഓൾസോ ഗെറ്റ് ദം സ്റ്റിച്ച്ഡ്. രാഘവൻ, സാറ് രണ്ടാമത് പറഞ്ഞത് ശരി. സാധാരണ ഇവിടുന്ന് തുണി വാങ്ങുന്നവരൊക്കെ ഇവിടെ തന്നെ തയ്ക്കാറുണ്ട്, പക്ഷേ മറിച്ചു നടക്കാറില്ല. Sir, the second thing you said is correct. Usually, those who buy clothes from elsewhere get it stitched here, but the other way around doesn't happen. Mahi, എന്നാലും കുറച്ച് വിൽപ്പനയൊക്കെ ഉണ്ട് അല്ലേ? But still, there must be some sales, isn't it? രാഘവൻ, തരക്കേടില്ല, not bad. മഹി, അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്യാൻ നീ ഒരൊറ്റ ഒരുത്തനേ ഉള്ളോ? So are you the only person to do all these things? രാഘവൻ, പിന്നല്ലാതെ, വാട്ട് എൽസ്? മഹി, തുണി മുറിച്ചു കൊടുക്കുകയും അളവെടുക്കുകയും തയ്ക്കുകയും ഒക്കെ കൂടി ചെയ്യാൻ നിനക്ക് പറ്റുമോ? വിൽ യു ബി ഏബിൾ ടു കട്ട് ദ ഫാബ്രിക്, ടേക്ക് മെഷർമെൻറ്റ്സ് ആൻഡ് സ്റ്റിച്ച് എവറിത്തിങ് ബൈ യുവർ സെൽഫ്? രാഘവൻ, ചെയ്യാതെ പറ്റുമോ സർ? ഓരോന്നിനും ഓരോ ജോലിക്കാരനെ നിർത്തിയാൽ അവർക്കൊക്കെ ഞാൻ എവിടുന്ന് ശമ്പളം കൊടുക്കും? സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ക്യാൻ ഐ അവോയ്ഡ് ഡൂയിങ് ഇറ്റ് സർ? If I hire a worker for each task, where will I get the money to pay them? You think about it, sir. മഹി, ഞാൻ വെറുതെ കാര്യം അറിയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാനല്ല. I was just asking to understand the details. I don't have any intention of blaming or hurting you. രാഘവൻ, അതെനിക്കറിയാം സർ. I know it, sir. മഹി, തൻ്റെ മൂത്ത മോള് പഠിക്കുന്നോ അതോ ജോലിക്ക് പോകുന്നോ? ഈസ് യുവർ എൽഡർ ഡോട്ടർ സ്റ്റഡിങ് ഓർ ഈസ് ഷീ വർക്കിംഗ്? രാഘവൻ, അവൾ പഠിക്കുകയും ജോലിക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. SSLC കഴിഞ്ഞ് ടൈപ്പിങ്ങും ചുരുക്കെഴുത്തും പഠിക്കുകയാണ്. പിന്നെ 4-5 പിള്ളേർക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട്.
She is studying as well as working. After completing her SSLC, she is learning typewriting and shorthand. Besides that, she also tutors 4 or 5 children. മഹി, അപ്പോൾ അതും കൂടെ ഒരു വരുമാനമായല്ലോ. ദാറ്റ് ഈസ് ഓൾസോ ആൻ അഡീഷണൽ ഇൻകം. രാഘവൻ, ട്യൂഷൻ ഫീസായിട്ട് അവൾക്ക് 400-500 കിട്ടും. അത് അവളുടെ ഫീസിനും പോക്കുവരവിനും തന്നെ അങ്ങ് ചിലവാകുകയും ചെയ്യും. As tuition fees, she gets around 400 or 500 rupees. But that will be spent on her own fees and travel expenses. മഹി, അതെങ്കിലുമായല്ലോ. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഈസ് ഡൺ. രാഘവൻ, സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഐ വാസ് തിങ്കിങ് ഓഫ് ആസ്കിങ് യു സംതിങ് സർ. മഹി, എന്തോന്നാ? വാട്ട് ഈസ് ദാറ്റ്? രാഘവൻ, സാറിൻ്റെ ഓഫീസിൽ ടൈപ്പിസ്റ്റുകളെ തൽക്കാലത്തേക്ക് എടുക്കുകയും കുറേ നാൾ കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു. ഉള്ളതാണോ സാറേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളുടെ കാര്യം സാറൊന്ന് മനസ്സിരുത്തണം. Someone told me that your office hires typists temporarily and later makes them permanent. Is that true, sir? If so, please consider my daughter's case. മഹി, താനൊന്ന് വെപ്രാളപ്പെടാതിരി. തൻ്റെ മോളിൽ ടൈപ്പിങ്ങും ചുരുക്കെഴുത്തുമൊക്കെ പഠിച്ചു പാസ്സായി വരട്ടെ. അപ്പോൾ എങ്ങനെയും ഒരു വഴിയുണ്ടാക്കാം. ഡോണ്ട് ബി ടു ആൻഷ്യസ്. ലെറ്റ് യുവർ ഡോട്ടർ കംപ്ലീറ്റ് ഹർ ടൈപ്പ്റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് എക്സാമിനേഷൻ. Then somehow or other we can surely find a way. ഏകദേശം സംഭാഷണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഓരോ വാക്യങ്ങളും വിലയിരുത്താം. സോ ഇൻ ദ ഫസ്റ്റ് ഡയലോഗ്, മഹി, എന്താ രാഘവ, ഒരു പുതിയ അലമാരി കൂടെ കാണുന്നല്ലോ. തയ്യലിൻ്റെ കൂടെ ഇപ്പോൾ തുണി വ്യാപാരവും ഉണ്ടോ? ദാറ്റ് മീൻസ് വാട്ട് ഈസ് ദിസ് രാഘവൻ? ഐ ആം സീയിങ് എ ന്യൂ അൽമിര. ഓൾസോ ഹാവ് യു സ്റ്റാർട്ടഡ് ടെക്സ്റ്റൈൽ ബിസിനസ് along with tailoring now? This conversation is a query in Malayalam structured to engage the listener in a natural and informal manner. It consists of 2 main parts. The first part, എന്താ രാഘവ, ഒരു പുതിയ അലമാരി കൂടെ കാണുന്നല്ലോ, is an observation directed at Raghavan using the vocative form Raghava to address him. The phrase കാണുന്നല്ലോ combines the verb കാണുന്നു, that means seeing, with allo, creating a semi-rhetorical assertion. Then the word കൂടെ, that means along with, suggests an additional element emphasizing the presence of a new cupboard. So the second part, തയ്യലിൻ്റെ കൂടെ ഇപ്പോൾ തുണി വ്യാപാരവും ഉണ്ടോ? It is a question about whether Raghava has expanded his business from tailoring to cloth trade. So the possessive form തയ്യലിൻ്റെ, that means of tailoring, establishes the context, while undo, that forms a yes or no question. So the use of കൂടെ, that means along with, and that means also, stiffen the idea of expansion. Then we can see the response by Raghavan. വ്യാപാരം എന്ന് പറയാൻ വയ്യ, ഏതാണ്ട് ഒരു ചെറിയ തോതിൽ കുറച്ച് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. So here it follows a modest and explanatory tone. So the phrase വ്യാപാരം എന്ന് പറയാൻ വയ്യ, that means cannot be called a business, uses the infinite, that is പറയാൻ, means to say along with vaya, that means cannot. So stipulating hesitation or downplaying the scale of his trade. The second sentence, ഏതാണ്ട് ഒരു ചെറിയ തോതിൽ കുറച്ച് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്, elaborates on the situation. ഏതാണ്ട്, that means approximately, and ഒരു ചെറിയ തോതിൽ, meaning on a small scale, suggests that the sales are minimal. The phrase കുറച്ച് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്, that means some sales have started, uses the present perfect form തുടങ്ങിയിട്ടുണ്ട്, pointing an action that has recently begun and is ongoing. The following dialogue, മഹി, അത് നന്നായി, ഇനിയിപ്പോൾ തുണി തയ്ക്കാൻ കൊണ്ടുവരുന്നവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം, വാങ്ങിക്കാൻ വരുന്നവർക്ക് അത് തയ്ക്കുകയും ചെയ്യാം. That means that's good. Now those who come to stitch clothes can buy them if needed, and those who come to buy can also get them stitched. So this structured in a way that highlights both appreciation and the practicality of Raghavan's new venture.
The sentence begins with a positive remark. അത് നന്നായി. Expressing approval. The phrase ഇനി ഇപ്പോൾ, that means from now on, shows a new possibility emerging due to the business expansion. The use of conditional phrase വേണമെങ്കിൽ, that means if needed, introduces flexibility, allowing customers bringing the fabric for stitching to also purchase materials from the shop. So the sentence maintains a balanced structure with parallel clauses. വാങ്ങുകയും ചെയ്യാം, that means can also buy, and തയ്ക്കുകയും ചെയ്യാം, it means can also stitch. Fortify the idea that both actions complement each other. So the dative case that is used effectively in വാങ്ങിക്കാൻ വരുന്നവർക്ക് and തുണി തയ്ക്കാൻ കൊണ്ടുവരുന്നവർക്ക്, showing how the sentence naturally addresses different customer needs. Then the next dialogue, രാഘവൻ, സാറ് രണ്ടാമത് പറഞ്ഞത് ശരി. സാധാരണ ഇവിടുന്ന് തുണി വാങ്ങുന്നവരൊക്കെ ഇവിടെ തന്നെ തയ്പ്പിക്കാറുണ്ട്, പക്ഷെ മറിച്ചു നടക്കാറില്ല. It means, sir, the second thing you said is correct. Usually, those who buy clothes from elsewhere get it stitched here, but the other way around doesn't happen. Here, Raghavan's dialogue follows a conversational structure with a mix of agreement, explanation, and contrast. He begins by acknowledging Mahi's statements with "Saru രണ്ടാമത് പറഞ്ഞത് ശരി," confirming the accuracy of the second point made. The phrase സാധാരണ ഇവിടുന്ന് തുണി വാങ്ങുന്നവരൊക്കെ ഇവിടെ തന്നെ തയ്ക്കാറുണ്ട് explains a common practice among customers where those purchasing fabric from his shop usually get it stitched there itself. The use of തയ്ക്കാറുണ്ട്, that means habitual action, suggests a repeated and expected behavior. However, Raghavan introduces a contrast with പക്ഷേ മറിച്ചു നടക്കാറില്ല, emphasizing that the opposite, people bringing their own fabric to stitch, does not usually happen. Followed by that, Mahi, എന്നാലും കുറച്ച് വിൽപ്പനയൊക്കെ ഉണ്ട് അല്ലേ, but still there must be some sales, isn't it? Here you can see Mahi's dialogue maintains an informal and engaging conversational tone. The phrase എന്നാലും, that means still or yet, introduces a contrasting perspective, suggesting that despite the limitations mentioned by Raghavan, some level of sales is still happening. The use of കുറച്ച് വിൽപ്പനയൊക്കെ ഉണ്ട്, that means there are at least some sales, subtly acknowledges that the business modest success while keeping the tone optimistic. The tag question, alle, that means isn't it, serves to seek confirmation from Raghavan, making the conversation interactive. So here we can see the Raghavan's response also. Tharakkedilla, that means not bad, is a concise and neutral statement that acknowledges Mahi's observation without strong affirmation or denial. So the phrase suggests that while the sales are not extraordinary, they are decent or acceptable. So the brevity of the response also reflects a typical conversational pattern in Malayalam, where speakers often use minimal words to convey agreement or a moderate stance. Then Mahi's question, അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്യാൻ നീ ഒരൊറ്റ ഒരുത്തനെ ഉള്ളൂ. So are you handling all these work alone? Which is structured in a informal conversational tone. The phrase ഒരൊറ്റ ഒരുത്തനെ makes a point of singularity of the person managing the work, making the question slightly rhetorical. So this question structure is seeking confirmation or expressing mild surprise. The use of അപ്പോൾ, that means then or so, act as a discourse marker linking it to the previous statement, maintaining the natural flow of the dialogue. Then Raghavan's reply, പിന്നല്ലാതെ, that means what else, which is a phrase used to assert something with a rhetorical touch. It implies that the answer is obvious and that there is no alternative. The word pinne, that means then or else, combined with allade,
that means other than or not otherwise, supports the certainty of his response. Then in the next dialogue, തുണി മുറിച്ചു കൊടുക്കുകയും അളവെടുക്കുകയും തയ്ക്കുകയും ഒക്കെ കൂടി ചെയ്യാൻ നിനക്ക് പറ്റുമോ is a structure to question about Raghavan's ability to handle multiple tasks related to tailoring. The sentence employs a sequence of verbal nouns connected by the conjunction Here തുണി മുറിച്ചു കൊടുക്കുക, അളവെടുക്കുക and തയ്ക്കുക highlights different steps in tailoring process, all of which are grouped together to question whether Raghavan can manage them alone. The phrase "okke koodi" states the idea of multiple responsibilities combined, while "ninakku pattumo," it means "can you do it," is a modal verbal structure that expresses possibility or ability. In the next dialogue, Raghavan, "cheyyada pattumo sir, ഓരോന്നിന് ഓരോ ജോലിക്കാരനെ നിർത്തിയാൽ അവർക്കൊക്കെ ഞാൻ എവിടുന്ന് ശമ്പളം കൊടുക്കും? സാറു തന്നെ ആലോചിച്ച് നോക്കണം. Can I avoid doing it, sir? If I hire a worker for each task, where will I get the money to pay them? You think about it, sir. The first response, "cheyyada pattumo, sir," is a rhetorical question identifying that there is no alternative but to do the work himself. Then the phrase, ഓരോന്നിന് ഓരോ ജോലിക്കാരനെ നിർത്തിയാൽ അവർക്കൊക്കെ ഞാൻ എവിടുന്ന് ശമ്പളം കൊടുക്കും, that follows a conditional clause structure where ഓരോന്നിന്, that means for each task, and ഓരോ ജോലിക്കാരനെ, it means each worker, indicate a hypothetical scenario. So the verb നിർത്തിയാൽ, that means if I hire, sets up the condition leading to the main concern. അവർക്കൊക്കെ ഞാൻ എവിടുന്ന് ശമ്പളം കൊടുക്കും, from where will I pay their salaries. So the final statement, സാറു തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, which is an indirect appeal prodding Mahi to think practically. Coming to the next dialogue, Mahi, ഞാൻ വെറുതെ കാര്യം അറിയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാനല്ല. I was just asking to understand the details. I don't have any intention of blaming or hurting you. So in the first sentence, ഞാൻ വെറുതെ കാര്യം അറിയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, which conveys a tone of clarification and reassurance. The phrase വെറുതെ, it means just or simply, softens the statement, designates that the question was asked out of curiosity rather than criticism. In the second part, അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാനല്ല, uses a negative construction, that means allade, to emphasize that the intention was neither to blame, കുറ്റപ്പെടുത്തുക, nor to hurt, it means വേദനിപ്പിക്കുക. Following that, we can see Raghavan's response, അതെനിക്കറിയാം sir, which is a brief yet declaring statement. The use of other, that means that, refers to Mahi's clarification, showing acknowledgement. എനിക്കറിയാം, it means I know, indicates that Raghavan understands Mahi's intent and does not take offense. So the addition of sir maintains a respectful tone, implying a formal or polite conversation. Following this, Mahi, തൻ്റെ മൂത്ത മോള് പഠിക്കുന്നോ അതോ ജോലിക്ക് പോകുന്നോ? That means, is your elder daughter studying or is she working? Here you can see it is a interrogative question. Mahi's question, തൻ്റെ മൂത്ത മോൾ പഠിക്കുന്നോ അതോ ജോലിക്ക് പോകുന്നോ, which is a general question about Raghavan's elder daughter. The phrase തൻ്റെ, here it is a respectful possessive pronoun used in formal speech instead of casual നിൻ്റെ or നിങ്ങളുടെ. മൂത്ത മോൾ means eldest daughter, where മൂത്ത denotes seniority and മോൾ is a common term for daughter. So the word പഠിക്കുന്നോ, that means is she studying, which is in present continuous form, while അതോ, that means or, introduces an alternative. ജോലിക്ക് പോകുന്നോ, is she going to work, follows the same grammatical pattern. Then comes Raghavan's response to that question. അവൾ പഠിക്കുകയും ജോലിക്ക് പോകുകയും ചെയ്യുന്നുണ്ട്.
SSLC കഴിഞ്ഞ് ടൈപ്പിങ്ങും ചുരുക്കെഴുത്തും പഠിക്കുകയാണ്. പിന്നെ 4-5 പിള്ളേർക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട്. That means she is studying as well as working. After completing her SSLC, she is learning typewriting and shorthand. Besides that, she also tutors 4 or 5 children. Indicates that his daughter is both studying and working. The phrase SSLC കഴിഞ്ഞ് means she has completed her SSLC. You know what is SSLC? That is Secondary School Leaving Certificate. So the word പഠിക്കുകയാണ് is in the present continuous form showing an ongoing action. He further explains that she is learning typing ചുരുക്കെഴുത്തും, typing and shorthand using to list multiple subjects. Additionally, 4-5 പിള്ളേർക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട്, which conveys that she is also tutoring a few children. So this dialogue reflects the financial responsibilities of a working class family where education and part-time work go hand in hand. Then the next dialogue, Mahi. അപ്പോൾ അതും കൂടെ ഒരു വരുമാനമായല്ലോ. That is also an additional income. That suggests that Raghavan's daughter's tutoring and part-time work contribute to the family income. So the phrase appo, meaning then, serves as a logical connector, indicating a conclusion drawn from the previous statement. The use of adum kode, it means that also along with, which emphasizes that this is an additional source of income. The word varumanam, meaning income, is in the nominative case, while ayallo, meaning isn't it. It is a rhetorical question reinforcing the idea while seeking confirmation. Follows the previous dialogues, Raghavan. ട്യൂഷൻ ഫീസായിട്ട് അവൾക്ക് 400-500 കിട്ടും. അത് അവളുടെ ഫീസിനും പോക്കുവരവിനും തന്നെ അങ്ങ് ചെലവാകുകയും ചെയ്യും. As tuition fees, she gets around 400 or 500 rupees. But that will be spent on her own fees and travel expenses. Here, this sentence provides a realistic view of his daughter's earnings and expenses. The phrase tuition fees ആയിട്ട്, that means as tuition fees, specifies the source of income while 400-500 കിട്ടും. She gets around 400 or 500, gives an approximate range highlighting the modest nature of her earnings. The use of other, that means that, refers to the earned money, which is immediately linked to അവളുടെ ഫീസിനും പോക്കുവരവിനും, that means for her fees and travel expenses, showing that the income is fully utilized for her necessities. The phrase അങ്ങ് ചെലവാകുകയും ചെയ്യും, will be spent in that way, underscores the inevitability of these expenses, highlighting the idea that despite earning, there is no real financial surplus. Mahi's response, അതെങ്കിലും ആയല്ലോ, at least that is done, reflects a tone of acceptance and consolation. So the phrase suggests that even though the income is limited and fully spent, it still serves a purpose. The word adengilumo, that means at least, implies that despite financial constraints, something positive is happening. This expression states the effort put in by Raghavan's daughter and reassures him that her earnings through small are still meaningful. So it also subtly shifts the conversation towards optimism, recognizing that some financial support is better than none. Then we can see the Raghavan statement. സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. It means I was thinking of asking you something, sir, which serves as a transition in the conversation, pointing his intent to bring up a new topic. The phrase ഞാനൊരു കാര്യം ചോദിക്കണമെന്ന്, that means that I should ask something, expresses his deliberation while വിചാരിച്ചിരിക്കുകയായിരുന്നു, meaning was thinking. Underlines that this thought had been on his mind for some time. The use of the past continuous form suggests that he had been contemplating this before speaking, adding a sense of hesitation or careful consideration. So this statement also conveys respect and a formal tone through sarinode, it means to sir, strengthen the social hierarchy between Raghavan and
Mahi. Then conversation continues with Mahi's response. Endona, what is that? Which is a concise yet effective way to prompt Raghavan to elaborate on his query. So informal contraction, endona, instead of the more formal endana, reflects familiarity and a conversational tone. This phrase functions as an interrogative, seeking clarification while maintaining a natural flow in a dialogue. Then comes Raghavan. സാറിൻ്റെ ഓഫീസിൽ ടൈപ്പിസ്റ്റുകളെ തൽക്കാലത്തേക്ക് എടുക്കുകയും കുറേ നാൾ കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു. ഉള്ളതാണോ സാറേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളുടെ കാര്യം സാറൊന്ന് മനസ്സിരുത്തണം. Someone told me that your office hires typist temporarily and later makes them permanent. Is that true, sir? If so, please consider my daughter's case. Here Raghavan's response reflects his concern for his daughter's employment opportunities. The phrase സാറിൻ്റെ ഓഫീസിൽ ടൈപ്പിസ്റ്റുകളെ തൽക്കാലത്തേക്ക് എടുക്കുകയും കുറേ നാൾ കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. In your office, typists are initially hired temporarily and later made permanent. That indicates he has heard about a potential job opportunity and wants to verify its authenticity. The polite enquiry, "Ulladano sare, is that true, sir?" adds a respectful tone showing deference to Mahi position. By stating, അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളുടെ കാര്യം സാറൊന്ന് മനസ്സിരുത്തണം. If that is the case, please consider my daughter's matter. Raghavan here expresses his hope that Mahi might help his daughter secure a job. The phrase മനസ്സിരുത്തണം, should consider, which is a respectful request rather than a direct demand, maintaining the humility and sociality typical of Malayalam conversations in such context. Mahi, താനൊന്ന് വെപ്രാളപ്പെടാതിരി, തൻ്റെ മോള് ടൈപ്പിങ്ങും ചുരുക്കെഴുത്തുമൊക്കെ പഠിച്ച് പാസ്സായി വരട്ടെ, അപ്പോൾ എങ്ങനെയും ഒരു വഴി ഉണ്ടാക്കാം. That means don't be too anxious, let your daughter complete her typewriting and shorthand examination. Then somehow or other we can surely find a way. Here Mahi's response offers reassurance to Raghavan while maintaining a practical stance. The phrase താനൊന്ന് വെപ്രാളപ്പെടാതിരി, don't be too anxious, serves as a claiming remark encouraging Raghavan to stay patient. By stating തൻ്റെ മോള് ടൈപ്പിങ്ങും ചുരുക്കെഴുത്തുമൊക്കെ പഠിച്ച് പാസ്സായി വരട്ടെ, let your daughter complete her typewriting and shorthand examination. Here Mahi emphasizes the importance of completing education and qualifications before seeking employment. See the phrase, അപ്പോൾ എങ്ങനെയും ഒരു വഴി ഉണ്ടാക്കാം. Then somehow or other we can surely find a way. That provides hope without making a promise. The use of എങ്ങനെയും, somehow or other, suggests flexibility and a willingness to assist or help when the time is right. Mahi's words reflect a responsible and pragmatic approach, balancing encouragement with realism, and state the idea that opportunities arise when one is well prepared. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി? This lesson primarily highlights the use of interrogative pronouns, conditional clauses, modal verbs, indirect speech, and polite request in Malayalam. The presence of interrogative pronouns like endona, what is that, demonstrate how questions are framed in informal conversation. Conditional clauses such as തുണി തയ്ക്കാൻ കൊണ്ടുവരുന്നവർക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. If they want, they can also buy. Showcase how conditions and possibilities are expressed. The usage of modal verbs like undakam can be arranged or made possible, illustrate the flexibility of a verb forms in indicating future possibilities. Additionally, the dialogue contains indirect speech and polite request, making them more natural and suitable for everyday Malayalam communication while maintaining grammatical correctness. So these elements contribute to the conversational tone and practical use of language in real life context.
So I hope you all understand the context discussed today. So if you find any difficulty in understanding, we can discuss it further. So see you in next session. Good day to all. Thank you.